ഈ പരമ്പരാഗത കാലിത്തീറ്റ, അതായത് പിണ്ണാക്ക്, അവരുടെ ധാന്യപ്പൊടികൾ അല്ലേ, എല്ലാം കൂടി കൂടി 50 കിലോ. കുപ്പേതുങ്ങൾക്ക് പേടി കൂടുതലാണ്. പേടി എന്നല്ല, ഇനി ബുദ്ധിയും കുറവാ. കാരണം അത് എല്ലാ കുഴിയിലൊക്കെ നമ്മൾ ഈ സാധാരണ പശു വൈക്കോലല്ല കൊടുക്കണത്. ഞാൻ തന്നെ പോയി പുല്ലറുത്ത് എല്ലാത്തിനും പുല്ല കൊടുക്കുള്ളായിരുന്നു. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച് പശു വളർത്തുന്ന ഒരു പാവപ്പെട്ട വീട്ടമ്മേനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ ചാലാക്കി ഹോസ്പിറ്റലിന്റെ അടുത്ത് വീടിനോട് ചേർന്ന് 9 പശുക്കളെ വളർത്തുന്ന മിനിച്ചേച്ചിയുടെ അടുത്താണ്. മിനിച്ചേച്ചിക്കാണ് ക്യാൻസർ രോഗം. എന്നാലും മിനിച്ചേച്ചി നല്ല രീതിയിൽ 9 പശുക്കൾ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് പേടിച്ചിരിക്കുന്നവർക്ക് ഇന്നത്തെ വീഡിയോ വളരെ പ്രചോദനമാകും. അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. അപ്പൊ ചേച്ചി എത്ര നാളായിട്ടാ പശുക്കളെ വളർത്താൻ തുടങ്ങിയത്? ഞാനൊരു 25 വർഷമായി. ഓക്കെ ഓക്കെ, എന്നാൽ നമുക്ക് പശുക്കളെ കാണാട്ടോ. ബാ, അപ്പൊ ഇതാണ് തൊഴുത്തല്ലേ? എത്ര പശു എന്നാ ചേച്ചി തുടങ്ങിയപ്പോ? തുടങ്ങിയത് ഞാനൊരു എരുമേനെ മേടിച്ച് തുടങ്ങി. അപ്പൊ ആ ഒരു എരുമേനെ മേടിച്ച് കറവൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും, ചേട്ടനും ഞാനും കൂടി ആവുമ്പോ അത് നമുക്ക് നഷ്ടമുള്ള, രണ്ടുപേരും ഒരു പശുവിനാ നോക്കിയിരിക്കണത്. അതുകൊണ്ട് ഞങ്ങള് പിന്നെ ഒരു പശുവിനെ വാങ്ങി. പിന്നെ ഒരു പശുവിനെ വാങ്ങി കഴിഞ്ഞ പിന്നെ അത് ഭയങ്കര ഇടിയാണ്. അതിന് പാല് കൊടുക്കാൻ, പാല് കറന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിടാക്കള എണ്ണത്തിന് മേടിച്ച് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി ഒരു 24 പശു വരെയൊക്കെ വളർത്തി. 24 പശു ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ എത്ര പശുണ്ട്? ഇപ്പൊ മൊത്തം 9 പശുണ്ട്. ഈ അരിത്തെടുപ്പ് ഒക്കെ 9 പശുക്കളുണ്ട് അല്ലേ? അപ്പൊ ഇതിപ്പോ ഈ ഇടയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്ന് 13 ദിവസമായി, 14 ദിവസമായി. ഇതിപ്പോ ഇവക്ക് എത്രാമത്തെ പ്രസവമാണ്? ഇത് മൂന്നാമത്തെ. ഇത് ഇവിടെ ഉണ്ടായതാണ്. ഇവിടെ എന്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ അമ്മയിലുണ്ടായ മോളാണിത്. ഇത് മാത്രം ഇവിടെ ഉണ്ടായതിലുള്ളൂ. ബാക്കിയൊക്കെ നമ്മ വാങ്ങിയതാണ്. വാങ്ങിയെന്ന് വെച്ചാല് കുളമ്പ് രോഗം വന്നല്ല കഴിഞ്ഞ വർഷം. അപ്പൊ കൊറേ നഷ്ടങ്ങൾ വന്നു നമുക്ക്. അതെല്ലേ, കുളമ്പ് രോഗം വന്നിട്ട് എല്ലാത്തിനും പാടില്ലാണ്ടായി, അപശ്യതയായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മള് ആകെ സാമ്പത്തികമായിട്ട് ആകെ പ്രശ്നമാണ്. എന്നാലും പിന്നെ ഇത് കാറ്റിക്കളയണ്ടല്ലോ ഓർത്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതില് ഏറ്റവും കൂടുതൽ പാലുൽപാദനമുള്ള പശു അതായിരിക്കുമല്ലോ? പാല് കൂടുതലുണ്ടായിരുന്നു ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വന്നാണ്. ഇത് വാങ്ങിച്ചു വന്ന് പ്രസവിച്ച് 6-ന്റെ അന്ന് ഇനി കുളമ്പ് രോഗം വന്നു. അത് മാത്രം ഇപ്പൊ രക്ഷപ്പെട്ട് നിക്കണേണ്. പക്ഷെ അതിന്റെ കുളമ്പൊക്കെ ഉണ്ടല്ലോ, പൊളിഞ്ഞു പോരാണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജന പിടിപ്പിച്ച് ഇതിപ്പോ ജന ഉണ്ട്. ഇപ്പൊ ഒരു 7 മാസമായിട്ടുണ്ട്. കറവ നിർത്തിയിട്ടില്ല. അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ പാലുൽപാദന പശു ഏതാ ഉള്ളത് ശരിക്കും പറഞ്ഞു? പാല് കൂടി കിട്ടിക്കൊണ്ട് ഇപ്പൊ ഇതിനൊരു 9 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പ്രസവിച്ചിട്ട് ഇപ്പൊ ഇത്ര ദിവസമായിട്ടാണ് കിട്ടിക്കൊണ്ട്. പക്ഷെ ഇപ്പൊ അതിന് അകിട് വീക്കം വന്നു. അപ്പൊ അതിന് മരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഓക്കെ ഓക്കെ. അപ്പൊ എത്രത്തോളം പാലുൽപാദനം ഉണ്ട് ശരിക്കും? ഒരു 20 ലിറ്റർ പാലുണ്ടാവുള്ളൂ മൊത്തം. കാലിക്കറവല്ല എല്ലാനും. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രസവിച്ചാണത്. ബാക്കി അത് നാളെ വാങ്ങിച്ചോണ്ടെന്താണ്. ഓക്കെ ചേച്ചി, 24 പശുക്കളുണ്ടായിരുന്നു. പിന്നെ അത് 9ലേക്ക് ആക്കി. എന്താ ചേച്ചി? എനിക്ക് വയ്യാതെയായി. ഞാൻ ഈ ക്യാൻസർ എനിക്ക് വരുമ്പോ ഞാൻ 8 പശുവിനെ കറക്കണ്ട്. ഞാൻ തന്നെയാണ് ഇതൊക്കെ കറന്നുകൊണ്ടിരുന്നത്. ഇപ്പാണ് ആളെ വിളിച്ച് ചെയ്യിപ്പിക്കണത്. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട്. പിന്നെ നിർത്താതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിവസം നമുക്ക് കിട്ടുന്ന പൈസ ഇല്ലാണ്ടാവുമ്പോ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാര്യം വലിയ സാമ്പത്തികം ഒന്നും ഉണ്ടായില്ലെങ്കിലും ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിർത്താണ്ടിരിക്കണേ. ഇനിയിപ്പോ അടുത്ത ഈ 6 മാസം കഴിഞ്ഞ് 10-ാം തീയതി ചെക്കപ്പാണ്. അത് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്തുട്ടാ പറയണേന്ന് അറിഞ്ഞൂടാ. അതനുസരിച്ചായിരിക്കും ഇന്നത്തെ വളർത്തല്. അപ്പൊ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കണേ? RCC-ലാണ്. അപ്പൊ എത്ര നാളെ ഇങ്ങനെ അസുഖമായിട്ട് തുടങ്ങി? ഈ സെപ്റ്റംബർ ഈ വർഷം കഴിഞ്ഞ എന്റെ മൊത്തം കൊല്ലം തുടക്കമാണ്. അപ്പൊക്കെ പശുവിന് പുല്ലൊന്നും ഞാൻ വാങ്ങിച്ച് വൈക്കോലല്ല കൊടുക്കണത്. ഞാൻ തന്നെ പോയി പുല്ലറുത്ത് എല്ലാത്തിനും പുല്ല കൊടുക്കുള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് വയ്യാത്ത കാരണം വൈക്കോല് മേടിച്ചു കൊടുക്കണം. ലാഭം എന്ന് പറയാൻ ഇപ്പൊ ഒന്നുമില്ല. കാരണം എല്ലാനും കാശ് കൊടുത്ത് മേടിക്കണ്ടേ. തീറ്റ കാശ് കൊടുത്ത് മേടിക്കണം നമ്മള്. അപ്പൊ തീറ്റ അല്ലെങ്കിലും വാങ്ങിക്കുന്ന കാശ് കൊടുത്താണ്. പിന്നെ വൈക്കോല് കാശ് കൊടുത്ത് മേടിക്കണം. കറവക്കാരന് കാശ് കൊടുക്കണം. 1500 രൂപ ഒരു കറവക്കാരന് ഒരു പശുവിന് ഒരു മാസം. അതിന് മുന്നേക്കൊക്കെ ചേച്ചി തന്നെയാണ് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതെയോ? അപ്പൊ നമുക്ക് ലാഭമാണ്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് സാമ്പത്തിക പ്രശ്നമുണ്ട്. എന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതും 2 പിള്ളേരുടെ കാര്യങ്ങൾ കഴിഞ്ഞതും ഒക്കെ ഇതിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ നടക്കണ്ടേ. പുറത്തേക്ക് ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. പുറത്ത് പോകാൻ പറ്റൂല. പണിക്കൊന്നും എനിക്ക് പോകാൻ പറ്റൂല. പിന്നെ മോൻ പണിക്ക് പോണേ. അവന് കിട്ടണം അവന്റേതായ കാര്യങ്ങളില്ലേ. അപ്പൊ നമ്മുടെ കാര്യം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ പൈസ അപ്പൊ ഇതിൽ നിന്ന് എടുക്കും അങ്ങനെയാ? അതെയോ? അപ്പൊ ആരെങ്കിലെങ്കിലൊക്കെ വായ്പൊക്കെ മേടിക്കും. അപ്പൊ കിട്ടുമ്പോ കൊടുക്കും.
അപ്പൊ പാല് എവിടെ കൊടുക്കുന്നത്? പാല് ഞാൻ ഇപ്പൊ ഡയറിയിൽ അളക്കണില്ല, അളക്കാണ്ടായിട്ട് ഇപ്പൊ 2-3 മാസമായിട്ടുള്ളൂ. കാരണം ഇല്ലാഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ വാങ്ങാൻ വന്നിട്ടുണ്ട്. ഞാൻ 70 രൂപയ്ക്കാണ് പാല് കൊടുക്കണത്. അവര് പറഞ്ഞിട്ടുള്ള വിലയാണ് 65 രൂപ ഞാൻ കൊടുത്തോണ്ട്. അപ്പൊ കസ്റ്റമർ പറഞ്ഞ് നമുക്ക് 70 ആക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ മരിച്ച സമയത്താണ് വില കൂട്ടി. ചേട്ടനില്ല? ക്യാൻസർ ആണ് ചേട്ടൻ. ചേട്ടനും അതായിരുന്നു. ചേട്ടൻ മരിച്ചിട്ട് 2 വർഷം ആകുമ്പോൾ ഈ 27-ാം തീയതി വരും. ആ സമയത്ത് എനിക്ക് റിസൾട്ട് വന്നിരിക്കുന്നു. അതെയല്ലേ? അപ്പൊ പെട്ടെന്നായിരുന്നു എല്ലാരും, രണ്ടുപേർക്കൊപ്പം പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ എന്തായാലും പിടിച്ചിരിക്കയാണ്. ഞാൻ എന്റെ ഒരു ശക്തി കൊണ്ട് നിൽക്കണാണ് ഇപ്പൊ ഇങ്ങനെ. അതെ, അല്ലാണ്ട് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. മക്കള് അവർക്ക് അവരുടേതായ കാര്യങ്ങളില്ലേ, അതിന്റെ പിന്നാലെ നടക്കാന്ന് വെച്ചാൽ അതിന് മെനക്കെട്ട് നടക്കണം. കൈക്ക് ഓപ്പറേഷൻ ചെയ്ത് വെച്ചൊക്കെയല്ലേ, ഈ ഒരു ഭാഗം മൊത്തം പ്രശ്നം. ഈ കഷ്ടം ഇങ്ങനെ മൊത്തം കീറിയേക്കുന്നു. ഈ കൈക്ക് വലിയ പൊക്കൊന്നും ഇങ്ങനെ പറ്റൂല. എന്നാലും ഞാൻ പശുവിനെ തീറ്റെടുത്ത് കൊടുക്കും, പശുവിന് പുല്ലിട്ട് കൊടുക്കും, പശുവിനെ അയച്ചിട്ടും അതെല്ലേ വീട്ടിലെ പണികൾ അത്യാവശ്യമൊക്കെ ചെയ്യും. അത് എനിക്ക് ഇതും പിന്നാലെ നടക്കുമ്പോ നമുക്ക് ഒരു സന്തോഷമല്ലേ. അതെ അതെ, മനസ്സിനൊരു സന്തോഷമല്ലേ. അങ്ങനെയുള്ള ഇതുണ്ട്. ഇത്രയും പശുക്കളുടെ കൂടെ ഒരു ഗിറിൽ നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര നാളെ ഇവിടെ കൊണ്ടുവന്നിട്ട്? ഇപ്പൊ 8 മാസം. 7 മാസം. ചെനയാണ് ഇനി. എത്രാമത്തെ ആഴ്ചയാണ്? ആദ്യത്തെ ചെന പിടിച്ചേക്കണത് 38,000 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇത്രയും പശുക്കളുടെ കൂടി ഗിറിൽ നിർത്താൻ കാരണം എന്താ? അതിനെ കണ്ടപ്പോ ആഗ്രഹം കൊണ്ട് അങ്ങനെ മേടിച്ചാണ്. അതെ അതെ, ആള് ഇത്തിരി വാശിക്കാരിയാ. അതെല്ലേ? നമ്മള് സാധാരണ പശുവിന്റെ പോലെ അല്ലല്ലേ? അത് നാടനായോണ്ടായിരിക്കും. പക്ഷെ ചേച്ചിയുടെ ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ? ചേച്ചി അടുത്ത് നിന്നിട്ട് എനിക്ക് അടുത്തില്ലും അങ്ങനെ കുഴപ്പമില്ല. അകിടുമൊക്കെ ഒന്നും തൊടാൻ സമ്മതിക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ നാടനായിട്ടൊന്നും കെട്ടാറില്ല. ഇല്ലേ? മോൻ തന്നെയൊക്കെ ചെയ്യണം. അതെയാ? ഇതിന്റെ കാര്യങ്ങളൊക്കെ മോനാ ചെയ്യണം. കാണാൻ തന്നെ ഒരു അഴകായിരുന്നു അത്ര, അതുകൊണ്ട് ഇഷ്ടം കൊണ്ട് വാങ്ങിയതല്ലേ? ഈ കുട്ടി ഏതാ? ഇതാ അറ്റത്ത് നിക്കണ നീ പശുവിന്റെ. ഇവളിപ്പോ എത്രാമത്തെ? ഇത് ഞാനിപ്പോ പറഞ്ഞില്ലേ, നാളെ വാങ്ങിച്ചോണ്ട് വന്നാണല്ലേ? ഇവക്ക് എത്ര ലിറ്റർ പാലൊക്കെ ഉണ്ടോ? അതിന് 8 ലിറ്റർ പാലുണ്ടായിരുന്നു. അതിനും പാടില്ലാണ്ടായി. അതിനും പാടില്ലായി. ഇപ്പൊ എല്ലാത്തിനും മിക്കണത്തിനും പാടില്ല. അകിട് വീക്കം വന്ന് അതുകൊണ്ടാണ്ട് ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോ ആരാ നോക്കാണ്, പ്രത്യേകിച്ച് ചേച്ചിനെയല്ലേ കാണുന്നുള്ളൂ. കുത്തിവെപ്പിനൊക്കെ ഭയങ്കര പേടിയാണ്. ഇതുങ്ങൾക്ക് പേടി കൂടുതലാണ്. അതാണ് പേടി എന്നല്ല, ഇനി ബുദ്ധിയും കുറവാ. കാരണം അത് എല്ലാ കുഴിയിലൊക്കെ നമ്മൾ ഈ സാധാരണ പശു നിരപ്പുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ കുഴിയാണ് അതെന്നൊക്കെ മനസ്സിലാക്കി പെരുമാറും. പക്ഷെ ഈ സാധനങ്ങൾ അങ്ങനെയല്ല, അതിനുള്ള ബോധമില്ല. അങ്ങനത്തെ പശുണത് അതെ അങ്ങനെയാണ് അതിന്. അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മ അടുത്ത് ചെന്നാൽ ഇത്രയും തീറ്റയും കൊടുക്കുന്നത് സ്നേഹിക്കണ ആള് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളാ നിർത്തോ, തട്ടും പിടിച്ച്. അതെല്ലേ? പേടിച്ച് നിർത്തിയൊക്കെയാണ്. എന്താവൂന്ന് അറിയില്ല. ചെനയിലും ചെന മുറി കൊടുക്കാന്ന് പറയൊക്കെയാണ്. അപ്പൊ ഈ പശുത്തൊഴുത്ത് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നാളായി? 2009-10 എനിക്ക് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് കിട്ടിയത് ക്ഷീരവകുപ്പിന്റെ. അന്ന് എത്ര 1,25,000 രൂപയുടെ പ്രൊജക്ട് ആയിരുന്നു. 2 പശുവും തൊഴുത്തും കൂടി 75,000 രൂപ സബ്സിഡി അങ്ങനെ മേടിച്ചാണ്. ഇപ്പൊ ഇതൊക്കെ നശിച്ചു പോവാറായി. എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീണെന്ന് അറിഞ്ഞൂടാ. അതെല്ലേ? എന്നാലും നമ്മൾ മുന്നോട്ട് പോകൂലേ? അത് ബ്ലോക്കിൽ അപേക്ഷ വെക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. കിട്ടും, നമുക്ക് കിട്ടും അല്ലേ? പിന്നെ പണിത് കഴിഞ്ഞാൽ കാശ് കിട്ടുള്ളൂ. ഇത് ആദ്യം ഇതുപോലൊക്കെ തന്നെയാണ്? അല്ല, ആദ്യം വെറുതെ ഷീറ്റായിരുന്നു. ആകെ ഷീറ്റ് ഓലപ്പരയായിരുന്നു. അതെയോ? ഓലപ്പരയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് അതാ ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തുളത്തിയത്. ഒരു 1998-ലാണ് ഞാൻ ഈ സ്ഥലം വാങ്ങിക്കണത്. അതിനുശേഷം ഇത് കുഴിയായിരുന്നു. ആ കുഴി പോലത്തെ കുഴിയായിരുന്നു. അതൊക്കെ ഞങ്ങൾ പാടം തൊട്ടെടുത്താലേ ഇതൊക്കെ ഇതുപോലെ കിടന്ന സ്ഥലമാണ്. അതൊക്കെ മണ്ണിട്ട് നികത്തി ഇപ്പൊ ഇത്രത്തോളം എത്തിയത് ഇതിൽ നിന്നാണ്. പശുവിനെ കൊണ്ട് ഇപ്പൊ ഈ വയ്യാതായപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇതുകൊണ്ടുണ്ടായ വരുമാനമാണ്. അപ്പൊ ഓരോ വർഷം ഓരോത്തിനെ വാങ്ങിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത്രത്തോളായി. ഇപ്പൊ അതുമെന്ന് അങ്ങോട്ട് മാറിപ്പോയി. പാടില്ലാണ്ടായപ്പോ പോയില്ലേ. എന്നാലും ചേച്ചി എന്താ പറയാ, ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. അല്ല, വളർത്തുന്ന നഷ്ടം എന്ന് പറയാനായിട്ട് കൈകാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. സ്വന്തമായിട്ട് ചെയ്യണം. അല്ലാണ്ട് പശുവിന് പുല്ല് കാശ് കൊടുത്ത് അല്ല പുറത്തായാലും നമ്മള് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കാശ് കൊടുക്കണം. വൈക്കോല് മേടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. അതൊക്കെ ഒന്നും ഇല്ലാതെ നമ്മള് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നമുക്ക് ഉപകാരമല്ലേ. ആ പൈസ ഒന്നും നമ്മുടെ പുറത്തു കൊണ്ടില്ല. കറക്കാൻ വരുമ്പോഴായാലും നമ്മള് കറവക്കാരന് കാശ് കൊടുക്കണില്ല, നമ്മള് തന്നെ ചെയ്യണെങ്കിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ വരുമാനമില്ല, മിച്ചം വന്ന പൈസയാണല്ലോ. അതൊക്കെ അപ്പൊ
അപ്പൊ ഇതിപ്പോ അങ്ങനെ പോണോണ്ടാണ് നമ്മ നഷ്ടപ്പെട്ട് എന്ന് പറയണത്. ഓക്കെ, ഇനി മുന്നേക്ക് ചേച്ചിക്ക് വയ്യാന്നാകുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങളെ പുറത്തേക്ക് എടുക്കുന്നുണ്ടോ? കൊണ്ടും ഒറ്റ ഇവിടെ കിട്ടൂല. ഇപ്പോഴും കൊണ്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇന്ന് നേരം വെളുത്ത് പിന്നെ അടത്തിനെ കൊണ്ട് കെട്ടി. അതെയോ? 2 പുറത്ത് അവിടെ ഒരു പറമ്പിൽ കെട്ടിയൊക്കെയാണ്. അതെ അതെ, ചെനയായിട്ട് ചേച്ചി കൊണ്ടുപോവോ? ഈ 2 ഞാൻ കൊണ്ടുപോകും. അതെ അതെ. ഈ പശുവിനൊക്കെ പുറത്ത് കിട്ടും ഒരു ദിവസം. അപ്പൊ എപ്പോഴാ ചേച്ചി ഇവിടെ ഫാമിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ? മോൻ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. മോനാണ് ക്ലീൻ ചെയ്യണതും. പിന്നെ ചേട്ടൻ വന്ന് 2-3 ഈ പശുവിനെ ആ പശുവിനെ കറക്കാ ചേട്ടൻ. ബാക്കിയുള്ളതിനൊക്കെ മോനെ കറക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ മോൻ ചെയ്യും. പിന്നെ തീറ്റ കൊടുക്കല് ഞാൻ കൊടുക്കും. തീറ്റയൊക്കെ ഡെയിലി പോയി വാങ്ങിക്കണം. അപ്പൊ ചേച്ചി എത്ര മണിക്ക് തൊഴുത്തിലേക്ക് വരുന്നപ്പോ? ഞാൻ 6 മണി 6:30 ആക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഈ തൊഴുത്തിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ല. പാല് കൊടുക്കാനായിട്ട് വന്നാൽ മതി. പോയാ മതി. ചേച്ചിയുടെ പാല് കൊടുക്കണേ? പാലൊക്കെ കൊടുക്കണം ഞാനാ. അതെയോ? ആൾക്കാർ വരുമല്ലോ. ഇവിടെ വരുമോ അതോ നമ്മൾ കൊണ്ടു കൊടുക്കും? ഞാൻ കൊണ്ടു കൊടുക്കണ്ട, എല്ലാരും ഇവിടെ വരും. അപ്പൊ ആദ്യത്തെ കസ്റ്റമർ ആയിരിക്കൂലേ? ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ പാല് കൊടുക്കണം ഞാൻ. അതെയോ? അപ്പൊ മിനി ചേച്ചി എന്ന് പറഞ്ഞ എല്ലാരും അറിയാം. എന്നെ അറിയാത്തവരാരും ഉണ്ടാവും. പിന്നെ 2017 ഭയങ്കര സംഭവമായിരുന്നു. അതെന്തൊട്ടായിരുന്നു ചേച്ചി? അത് പാലത്തിന്റെ മുകളിലായിരുന്നു പശുവൊക്കെ. അപ്പൊ ഈ വീടിന്റെ മുകള് വശം ഇവിടെ ഇത് അടുത്തല്ലോ വെള്ളം. മീൻ പാർക്കൊക്കെ ഇത്രയും 2 വിരൽ വ്യത്യാസത്തില് വെള്ളം. എന്നിട്ട് പശുക്കളൊക്കെ പാർക്കണം. ആ പാലം മാത്രം മുങ്ങിയില്ല. ആ പാലത്തിന്റെ മുകളിലായിരുന്നു ഇറ്റിങ്ങളൊക്കെ. ഞങ്ങൾ അടുത്തൊരു വീടിന്റെ മുകളിൽ 2ാം നില കയറി മുങ്ങിയില്ല മുകളില്. പക്ഷെ പേടിച്ചു വിടുന്നു. അന്ന് എല്ലാരും ഭയങ്കരതായിരുന്നു. എന്നിട്ട് പോയില്ല ഞങ്ങള്. അതെയോ? 2 പശു പാലത്തിന്റെ മുകളിൽ കിടന്ന് പ്രസവിച്ചാൽ മല വെള്ളത്തിൽ. എന്നിട്ട് എന്ത് ചെയ്തിച്ച്? എല്ലാത്തിനും പരിചരിച്ച്. പശു ഒന്നും പോയില്ല, ചത്തൊന്നും പോയില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു 8 കിടാവുണ്ടായിരുന്നു. ആ കിടാവൊക്കെ ചത്തുപോയി. ഈ ചീത്ത വെള്ളം ഭക്ഷണം കഴിക്കാണ്ടും കഴുത്ത് മാത്രം ഉണ്ടായുള്ളൂ. ഞാൻ എഴുന്നേറ്റ് വരുമ്പോ മുങ്ങാണ്ട്. അപ്പൊ ആ വെള്ളത്തിലൊക്കെ നിന്ന് മരവിച്ച് അങ്ങനെ ചത്തുപോയി കുറെ കഴിഞ്ഞപ്പോ. അപ്പൊ ധനസഹായം ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടാ. നഷ്ടപ്പെട്ടെന്നും പറഞ്ഞു. ഇൻഷുറൻസ് ഒന്നിനും ഇല്ലട്ടാ. ഇൻഷുറൻസ് ഒക്കെ ചെയ്യണേ കാശ് വേണം. ഉള്ളതും കൊണ്ട് അടിപൊളിയായിട്ട് ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ കാശ് വേണം. അപ്പൊ നമ്മുടെ കയ്യിൽ അതിനുള്ള വരുമാനം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ല. ചട്ടങ്ങൻ പോയ ഒന്നും കിട്ടൂല. അത്രേ ഉള്ളൂ. അതെല്ലേ? ബ്ലോക്കിൽ നിന്ന് ഒരു 15 രൂപ കിട്ടും ഞങ്ങളുടെ ഡയറിയിൽ നിന്ന്. ഇവിടെ പശുക്കൾക്ക് ചേച്ചി പെല്ലറ്റ് കൊടുക്കുന്നില്ല. പണ്ട് എങ്ങനെ പശുക്കളെ വളർത്തിയ അതുപോലെ തന്നെയാണ് ഇന്ന് വളർത്തുന്നത്. ഈ പരമ്പരാഗത കാലിത്തീറ്റ, അതായത് പിണ്ണാക്ക്, അവിടുത്തെ അവിടെ ധാന്യപ്പൊടികൾ അല്ലേ? എല്ലാം കൂടി 50 കിലോയുടെ അല്ലേ? 50 കിലോ 1250 രൂപ. ഓക്കെ. എന്നിട്ട് ഇതിപ്പോ എങ്ങനെയാ ഞങ്ങള് പോയി വാങ്ങിക്കണത്? ഇവിടുന്ന് നമ്മുടെ കോട്ടയക്കോവിലകം അവിടെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയുടെ കീഴിൽ ഒരു സ്ഥാപനമുണ്ട്. അവര് ഇവിടെ തൊട്ടടുത്താണോ? ചേന്നമംഗലം. പറവൂര്. അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. സ്ഥിരം വാങ്ങിക്കണേ. വേറൊരു സാധനം കൊടുക്കണില്ല. ഇല്ല. ഇതെന്തോരം കൊടുക്കും പശുക്കൾക്ക്? അപ്പൊ അത് ഒരു ഈ പശുവിന് ഒരു 5 കിലോ കൊടുക്കും. അതായത് പാലുൽപാദനം അനുസരിച്ചാ? അത് തന്നെ. ഓക്കെ. ഇതാട്ടോ ഫീഡ്. മനസ്സിലാ പൊട്ടിച്ചിട്ടുണ്ടോ ചേച്ചി? എടുത്തോ. കണ്ടിട്ടില്ല. ഇത് മാത്രം കൊടുക്കും. ഇത് അതെല്ലാനും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തേങ്ങാ പിണ്ണാക്കുണ്ട്, കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, പിന്നെ പരുത്തി പിണ്ണാക്കുണ്ട്, എല്ലാം ഉണ്ട്. ധാന്യങ്ങള് പൊടിച്ചതുണ്ട്. ഇതിന്റെ കൂടെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല? ഇല്ല. ചോറ് അങ്ങനെ ചോറൊന്നും ഞാൻ കൊടുക്കൂല. ഇല്ല. എന്റെ വീട്ടിലുള്ള ചോറ് ഞാൻ പുഴയെ കാട്ടിക്കളഞ്ഞാൽ ഞാൻ കൊടുക്കൂല. അതെല്ലേ? വയറൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ കാശ് കുറവേണം. എല്ലാം ശ്രദ്ധിച്ചാട്ടാ ചെയ്യുള്ളൂ. അതൊന്നും ഞാൻ ചെയ്യില്ല. ഒരാളിപ്പോ വേസ്റ്റ് ഇങ്ങനെ ഭക്ഷണങ്ങള് ബാക്കി വന്ന് കൊണ്ട തരട്ടേന്ന് വെച്ചാൽ വേണ്ടെന്ന് പറയുള്ളൂ. കാരണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അധികം കൂടുതൽ കാശ് ചെലവാക്കണ്ടേ? അതിന് പുറത്ത് നടക്കണം. വയറ് വന്ന് തീർക്കും. അപ്പൊ എല്ലാറ്റും ഇതുവരെ കൊടുത്തിട്ടില്ല? കൊടുത്തിരുന്നതാ. ഞാനിപ്പോ ഒരു വർഷത്തോളായി ഈ സാധനം വാങ്ങിച്ചിട്ട്. ഒരു വർഷത്തെ. മറ്റേത് ഞാൻ കേരള ഫീഡ് മാത്രം കൊടുക്കുള്ളായിരുന്നു. പിന്നെ കേരള ഫീഡ് കൊടുക്കുമ്പോ ചേന പിടിക്കാൻ ബുദ്ധിമുട്ട്. ഇതിപ്പോ എങ്ങനെയാ ചേച്ചി ഫസ്റ്റ് ടൈം കൊടുത്തപ്പോ കുറച്ച് അതാദ്യം നമ്മൾ ഈ പെല്ലറ്റ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നല്ല. അപ്പൊ അതിൽ നിന്ന് കുറേശ്ശെ മാറ്റി കൊണ്ടുവന്നതാണ്. എന്നിട്ട് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. എല്ലാ പശുക്കളും തിന്നും. എങ്ങനെയുണ്ട് പാലുൽപാദനൊക്കെ? കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. പാലും സാധാരണ പിടിക്കാൻ അതിനൊന്നും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അകിടിവീക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വെറ്റിത്രി ഉണ്ട്. ഏതാ ഈ സാധനം? വെറ്റിത്രി അല്ലേ? ആ സാധനം ഞാൻ കൊടുക്കണേ. അതായത് വലിയ അകിടിവീക്കത്തിന് പറ്റില്ല കേട്ടാ. ഒരു ചെറിയ നമ്മുടെ കയ്യിലൊരു വേണമല്ലോ കരുതല്. ഉള്ളി കൊടുക്കണം. 10 തുള്ളി വെച്ച് 2 നേരം കൊടുക്കും. 2 നേരം കൊടുക്കും. എത്ര ദിവസം കഴിയുമ്പോ അത് മാറും? അത് തുടക്കം അല്ലെങ്കിലും കൊടുക്കാം. ഇത് വരാതിരിക്കാനും കൊടുക്കാം. അത് ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു പശുവിന് അകിടിവീക്കം ഉണ്ടെങ്കിൽ നമ്മള് മറ്റുള്ളവരെ ശ്രദ്ധിക്കണം.
അപ്പൊ ഞാൻ അപ്പൊ കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുക്കും. തീറ്റ കൊടുക്കുമ്പോ തീറ്റയില് 10 തുള്ളി വെച്ച് കൊടുക്കും, രാവിലെ വൈകുന്നേരം അല്ലേ? ഈ പശുവിനുള്ളത് കൊണ്ട് ഇപ്പൊ സ്ഥിരം ഇത് എല്ലാവർക്കും കൊടുക്കും. ഇതെല്ലാവർക്കും കൊടുക്കൂല. ഇത് പറവൂര് മാതാ ഫാർമസി ഉണ്ട്, ഹോമിയോ. ഇത് ഹോമിയോ ആണത്? ഹോമിയോ ആണ്. പിന്നെ ഫ്രോ മിൽക്ക്, അത് ഒരുപാട് വർഷമായിട്ടാ. ഇതാ അത് കാൽസ്യം ഒരു 50 ഗ്രാം വെച്ച് കൊടുക്കാം. അത് ഇപ്പൊ സാമ്പിൾ എന്താ അവര് സാമ്പിൾ തന്നാണ്. അതിപ്പോ എനിക്ക് എന്തായാലും അവര് തരുമ്പോ ഒരുപാട് സാധനങ്ങൾ തരും. ഇപ്പൊ ആ മരുന്നൊക്കെ ഫ്രീ ആണ് കേട്ടാ. ഇതാ അത് ഫ്രീ ആണ്. പിന്നെ ആ അകിടിന് കയറ്റിയിടുന്ന ട്യൂബാണ് അത്. അത് 2 തന്നു. ആ കമ്പനിക്കാർ എനിക്ക് വരുമ്പോ കൊണ്ടുവരും, പല സാധനങ്ങളും തരും. അതിന് 650 രൂപ അല്ലേ? അതിന് 650 5 ലിറ്റർ. ഇപ്പൊ ചേച്ചി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യും പശുക്കളെ നോക്കാനായിട്ട്? ഹോസ്പിറ്റലിൽ പോകുമ്പോ മോൻ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോ ബാക്കി കാര്യങ്ങള് ഒന്നില് മോള് ചെയ്യും, ഇത് മരുമോള്, അല്ലെങ്കിൽ മോള് ചെയ്യും. ഇപ്പൊ മോള് പ്രഗ്നന്റ് ആയിരിക്കണോണ്ട് അവള് ഒന്നും കേറാറില്ല, മരുമോള് തന്നെ ചെയ്യും. ഞാനില്ലേ. അപ്പൊ അത് കാരണം എനിക്ക് എവിടെയെങ്കിലും പോവാ, ചെയ്തോളൂല. വീട്ടുകാരെ സഹായമുണ്ട്. അയ്യോ ഒറ്റയ്ക്കല്ല, അവരും കൂടെ ഉള്ളതുകൊണ്ട് ചെയ്തോളൂ. മെയിനായിട്ട് ചേച്ചി മെയിനായിട്ട് ഞാനില്ലെങ്കിൽ ഇതൊന്നുമില്ല. മക്കളുടെ പേരൊക്കെ ഒന്ന് പറയോ? മോന്റെ പേര് അഖില്, മോക്കടെ പേര് മോനിഷ, മരുമോക്കടെ പേര് മീര, മരുമോന്റെ പേര് നിശാന്ത്. 2 കുഞ്ഞിക്കിടാങ്ങളുണ്ട് അവിടെ, നിഹാനി, സിദ്ധാൻ. ഇവിടെ കുറച്ച് കുപ്പികളുണ്ട്, ഈ കുപ്പികളിലാണ് കൊടുക്കണേ. അതെ ചേച്ചിയാണ് കുപ്പിയൊക്കെ കഴുകുന്നത്. തൈര് മോരൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ കറവ ടൈം എപ്പോഴാ? വരാറുണ്ട്, കറവക്കാരനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ 2 മണിയാകുമ്പോ അല്ലേ? 2 മണിയല്ലല്ലോ, 1:30 35 ഇപ്പം വരാറാണ്. ഞങ്ങക്ക് ഇവിടെ കേക്കിന്റെ പരിപാടി ഉണ്ട്. ഞാൻ പുറത്ത് ബോർഡ് കണ്ടായിരുന്നു. കേക്ക് മറ്റേ ആമീസ് അല്ലേ? അപ്പൊ അത് ഒരു 5 വർഷമായി. അതെങ്ങനെ ചേച്ചി തന്നെ? മോള് ചെയ്യും. മോള് ഇവിടെ ഉണ്ട്. അതെ, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 7-8 വർഷമായി. മോള് ഇവിടെ തന്നെ ഉണ്ട്. മോളുണ്ട്, മരുമോനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച്. അപ്പൊ ആ കേക്ക് ഇവിടെ സെയിലുണ്ട്. അപ്പൊ ആ കേക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചേച്ചിയോട് ഓർഡർ ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനൽ ഇട്ടേക്കാട്ടോ. ചേച്ചിക്ക് ഒരു സഹായമാവും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മിനി ചേച്ചിയുടെ പശു വളർത്തലാണ്. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.